നിയമസഭ പാസാക്കിയ സ്വകാര്യ സർവകലാശാല ബില്ലും സർവകലാശാല ഭേദഗതി ബില്ലും ഒപ്പിടാതെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ രണ്ട് സർവകലാശാല ബില്ലുകളും രാഷ്ട്രപതിക്ക് അയച്ചു. വിശദാംശങ്ങളുമായി ഷീജ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷീജ, തീർത്തും ഒരു രാഷ്ട്രീയ ലാക്കോടുകൂടിയുള്ള നിലപാട് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. തീർച്ചയായും എനിക്ക് ഏതായാലും നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സുപ്രീം കോടതിയിൽ അടക്കം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു നീക്കം ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് നേരത്തെ മുൻ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ സ്വീകരിച്ച അതേ നിലപാട്, അതേ രീതിയിൽ ബില്ലുകളുടെ കാര്യത്തിൽ ഇപ്പോൾ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറും സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൽ പ്രധാനമായും രണ്ട് ബില്ലുകളാണ് നിലവിൽ ഇപ്പോൾ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത്. അതിൽ ഒന്ന് സ്വകാര്യ സർവകലാശാല ബില്ലാണ്, മറ്റൊന്ന് സർവകലാശാല ഭേദഗതി ബില്ലാണ്. ഈ രണ്ട് ബില്ലുകളുടെ കാര്യത്തിലും മുൻ ഗവർണർ സ്വീകരിച്ച അതേ നിലപാട് തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എടുത്തു പറയേണ്ടത്, ഇത് സംബന്ധിച്ചുള്ള കാര്യം ഇപ്പോൾ സർക്കാരിനെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇതിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സമീപനമാണ് ഗവർണർ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ നടപടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും സ്വീകരിക്കുന്നതുമായിരിക്കും. ശരി.